നൂറിൽ കൂടുതൽ, കേരളത്തിൽ 100-ൽ കൂടുതൽ സീറ്റുകൾ UDF ജയിക്കും. തരംഗം തന്നെ, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തരംഗം ആവർത്തിച്ച് പ്രതിഫലിക്കും. 10,000-ന് മുകളിൽ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഇന്നലെ പാലക്കാട് വോട്ടിന് പണം കൊടുത്തു എന്ന് പറഞ്ഞൊരു വിവാദം വന്നില്ല. അതിൽ KPCCയുടെ ഒരു പ്രതികരണമായിട്ട് ഞാൻ ഇന്നലെ കൊടുത്തിട്ടുണ്ട്, പേപ്പറിലുണ്ടല്ലോ. അത് നമുക്കറിയാലോ, ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാനുള്ള ശ്രമം പണാധിപത്യമായിട്ട് അത് മാറാൻ പാടില്ല. അത് കർശനമായിട്ട് അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും. കണ്ണൂര് ഭൂരിപക്ഷ സീറ്റാണ്. അത് അത്രയും പറയുമോ, ഞാൻ പറയുമോ? അതെ, 3 പ്രാവശ്യം ജയിച്ചു, 4-മത്തതിന് കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിസൾട്ടില്ലേ, പാർലമെന്റ് ഇലക്ഷനിലെ റിസൾട്ടില്ലേ, ജനവികാരമില്ലേ, അതെല്ലാം നമുക്ക് കഴിഞ്ഞ സർവേയിൽ, കഴിഞ്ഞ 2021 ഇലക്ഷനിൽ പല മേജർ ചാനലുകളും ഞാൻ നോക്കുന്നായിരുന്നു സർവേ. എനിക്ക് ജനങ്ങളെ സർവേ നന്നായിട്ടറിയാം, ജനമനസ്സറിയാം. ഞാൻ ഏത് ഇലക്ഷനിലും ഇവിടുത്തെ എൻ്റെ ഭൂരിപക്ഷത്തെക്കുറിച്ച് ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടോ, അതായിരുന്നു എൻ്റെ ഭൂരിപക്ഷം. എല്ലാ ഒഴുക്കുകളും, അടിയെല്ലാം മുകളിലത്തെ ഒഴുക്കും അടിയിലെ ഒഴുക്കും എല്ലാം നമുക്ക്. അതെ, നികേഷിനെതിരെ ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട്. നികേഷിനെ പോലെ സാധാരണഗതിയിൽ വിവരമുണ്ടെന്നിരിക്കുന്ന ആൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. എന്താ അദ്ദേഹം പറഞ്ഞത്? വേറൊരു അക്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. ആ അക്കൗണ്ട് ഏതാണ്? അതിൻ്റെ നമ്പർ വേണ്ടേ? അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ വേണ്ടേ? ഏത് ബ്രാഞ്ചിലാണ്, ഇത്ര നമ്പർ അക്കൗണ്ടാണ്, അതിലേക്ക് എത്ര പൈസ വന്നു? കാർഡ് അടച്ച് വെടിവെക്കാവോ? കണ്ണടച്ചിരുട്ടാക്കാവോ? പിന്നെ പറഞ്ഞു ഒരു വിദേശ വ്യവസായിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറഞ്ഞു. അത് ഏത് വ്യവസായി, ഏത് അക്കൗണ്ടിലേക്ക്, എത്ര രൂപ? ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ ശബരിമല കൊള്ള, അയ്യപ്പ സംഗമത്തിൻ്റെ പേരിലുള്ള വൻ തട്ടിപ്പ് വെട്ടിപ്പ്, അതിനെ മറച്ചു പിടിക്കാൻ ഈ വിഫല ശ്രമങ്ങളൊന്നും വിലപ്പോവില്ല. ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞതാണ്, വയനാട് ഫണ്ടിൽ എത്ര പൈസ കിട്ടിയോ അതിനേക്കാൾ കൂടുതൽ പൈസ KPCCയുടെ സ്വന്തം ഫണ്ടിൽ നിന്ന് ചെലവ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാനിവിടെ കണക്കുകൾ സഹിതം എൻ്റെ വീട്ടിൽ വെച്ചാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിനെ കണ്ണിക്കാൻ ആർക്കും സാധ്യമല്ല. ഇപ്പോൾ അവർ ഉരുണ്ട് കളിക്കുക. ശബരിമല വിഷയവും അയ്യപ്പ സംഗമവും മറ്റ് അഴിമതി കേസുകളും മറച്ചു പിടിക്കാൻ വേണ്ടി ഈ ഓലപ്പടക്കം, ഇത് പൊട്ടാസാണ്. ഇത് ചീറ്റിപ്പോവും, ചീറ്റി കഴിഞ്ഞു. ടോണ് മാറുന്നത് ശരി തന്നെ. കാരണം എന്നാ, ഐ എം മോർ സിൻസിയർ ഇൻ ഇറ്റ്. സത്യമേ ഞാൻ പറയാറുള്ളൂ, രാഷ്ട്രീയത്തിൽ സത്യം പറയാറുള്ളൂ. അങ്ങനെയാണ് ആ പൈസ കണക്ക് പറഞ്ഞെടുത്ത് നികേഷിനെ പോലത്തെ ഒരാൾ ഞങ്ങൾ നടപടി തന്നെ സ്വീകരിക്കും. നികേഷ് ഉത്തരം പറയും, ഉത്തരം പറയിച്ചിരിക്കും. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ വായിച്ചോ? ആ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഏത് അക്കൗണ്ടിലാണ്, എത്ര പൈസയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതിനെ ഞാൻ പറഞ്ഞ കാർഡടച്ച് വെടിവെക്കുന്നു. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല, കാരണം അതല്ല ഇവിടുത്തെ റിലവൻറ്റ് പോയിന്റ്സ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചില്ല? ഉണ്ടെങ്കിൽ വായിക്കണം, ഇല്ലെങ്കിൽ വായിക്കണം. KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് കടുത്ത രാഷ്ട്രീയ രാവിലെ പറയാണ്. സണ്ണി ജോസഫ് രാവിലെ എല്ലാവരും ഒരു പ്ലസന്റ് മുഖത്തോടെന്ന് പറയുന്നതാണെങ്കിൽ ഇതിപ്പോ ആ വിഷയം വന്നപ്പോഴേ ഏതോ ഒരു ക്യൂവിൽ രമേശ് പിഷാരടി, പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി നിൽക്കുന്നുണ്ട്. വളരെ അല്ലേ വിവാദങ്ങൾ കൂടുപൊട്ടി വരുന്ന പാലക്കാട്ടെ സ്ഥലത്ത് നിന്ന്, ആ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി പാലക്കാട്ടാണോ എന്നറിയില്ല, വോട്ട് ചെയ്തിട്ട് പാലക്കാടേക്ക് പോകാനിരിക്കുമ്പോൾ NDA സ്ഥാനാർത്ഥി, നേമത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ വോട്ട് ചെയ്യാനുള്ള ക്യൂവിലാണ്. നമ്മുടെ മുടവൻ മുകളിലാണ് അദ്ദേഹം. എന്നാൽ ഇപ്പോൾ KPC പ്രസിഡന്റ് കൂടിയായ സണ്ണി ജോസഫ് പ്രചരിക്കുന്ന MP നികേഷ് കുമാറിനെതിരെ കേസ് ഫയൽ ചെയ്യും. ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് എന്ന് ഇന്നലൊരു വീഡിയോ വഴി വെളിപ്പെടുത്തിയ നികേഷ് കുമാറിനെതിരെ കേസ് ഫയൽ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ക്യൂ ഒക്കെ വളരെ സ്ലോവിൽ നീങ്ങുന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ കുറച്ചധികം നേരമായി മുടവൻ മുകളിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിന് ഏറ്റവും അടുത്തുള്ള ബൂത്തിൽ കാത്തു നിൽക്കുകയാണ്. എന്താ
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.